അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പുതിയ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ആനമങ്ങാട് ഷറഫുദ്ദീൻ ഹുദവിയുടെ ഒരു പ്രഭാഷണം, അതിലെ ചില പരാമർശങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഗ്രൂപ്പുകളിലൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. 3 കാര്യങ്ങളിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. 3 കാര്യങ്ങൾ നമ്മൾ അതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ആ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റി കൊടുക്കണമല്ലോ. അപ്പോൾ നിർബന്ധമായിട്ടും ഇങ്ങനൊരു ചർച്ചയിലേക്ക് നമ്മൾ വരേണ്ടി വന്നിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ഒരു സീസണിൽ നമ്മൾ അവസാന ഭാഗം കുറച്ച് ചർച്ച ചെയ്യാൻ സമയത്തിൻ്റെ പരിമിതി മൂലം മാറ്റിവെച്ചതുകൊണ്ട് അപ്പോൾ അതുകൂടെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ എന്തായാലും അസ്ഹർ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ആ വോയിസ് നിങ്ങൾക്ക് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ ആ വോയിസ് ഒന്ന് കേട്ട് നോക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖാദിയന്റെ ജനറൽ ബോഡിയിൽ ഞാൻ നടത്തിയ പ്രസംഗത്തിന് മറുപടിയായിട്ട് അബൂ താഹിർ ഫൈസി, സൽമാൻ അസ്ഹരി വിശദീകരണമായിട്ട് വന്നത് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് ചില കാഴ്ച പൂർണ്ണമായി കേട്ടു. അതില് 3 കാര്യങ്ങൾ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ഇസ്ലാമിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥയുടെ പ്രധാന സമ്മേളനങ്ങൾ ഉദാഹരണം ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ 2 കാര്യങ്ങളിൽ മാറ്റം വന്നത്, SKSF-ന്റെ 35ാം വാർഷികം അത് ഉദ്ഘാടനം ചെയ്തത് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ വേദിയിലുണ്ടായിരിക്കെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. മുഖ്യപ്രഭാഷണമാണ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചത്. പിന്നെ SNEC-ന്റെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം അതും ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് നിർവഹിച്ചത്. തങ്ങളോടുകൾ അത് നിർവഹിക്കുന്നതിൽ നമുക്കൊരു പ്രശ്നമല്ല. പക്ഷെ പാണക്കാട് തങ്ങന്മാരായിരുന്നു ആലിമീങ്ങള്, സയ്യിദുമാരായ ആലിമീങ്ങള് സമസ്തയുടെ നേതൃത്വത്തിൽ രംഗത്തിലുണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ നിർവഹിച്ചിരുന്നത് എന്ന വസ്തുത നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം ആല ഹസ്രത്ത് അഹമ്മദ് റസാ ഖാൻ ബറേലവി തങ്ങൾ മാനവറുകളെ കുറിച്ച് കേരളത്തിലെ പണ്ഡിതന്മാർക്കൊക്കെ നന്നായിട്ട് അറിയാം. അത് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞത് ശുദ്ധ കളവാണ് എന്നാണ് അവർ പറയുന്നത്. അതൊന്ന് കേരളത്തിലുള്ള എല്ലാ മതബിരുദധാരികളും എന്നാണ് അവരൊക്കെ ആലാഹസ്രത്തിനെ കുറിച്ച് കേട്ടത് എന്ന് ആലോചിച്ചാലായിരിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. 3ാമത്തെ കാര്യം, സാക്കിർ നായിക്ക് വാദിനൂർ സമ്മേളനത്തിലേക്ക് വന്നത് സുന്നിയാണ് എന്ന് കരുതിയിട്ടാണ് അദ്ദേഹത്തെ വിളിച്ചത് എന്നാണ്. അദ്ദേഹം സലഫിയാണെന്നുള്ളത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത് ആർക്കും അറിയുമായിരുന്നില്ല എന്ന വലിയ അബദ്ധം ആണ് അവര് പറഞ്ഞത്. എന്നാൽ സാക്കിർ നായിക്ക് വാദിനൂർ സമ്മേളനത്തിന് മുമ്പ് കേരളത്തിൽ വന്നത് മുജാഹിദ് സമ്മേളനത്തിലായിരുന്നു, മുജാഹിദുകളുടെ പരിപാടിയിലായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഈ രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേട്ടല്ലോ. അപ്പോൾ 3 കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്താൽ ബാക്കിയൊക്കെ മൂപ്പര് ഓക്കെയാണ്. ഇതും കൂടിയാണ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവുമല്ലോ. അപ്പം നമുക്കിതിൻ്റെ അവസാനത്തു നിന്നായിട്ട് തുടങ്ങാം. സാക്കിർ നായിക്കുമായി ബന്ധപ്പെട്ട, അതിപ്പോൾ നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വലിയൊരു വിഷയവും കൂടിയാണല്ലോ. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോ നമ്മള് 2 വീഡിയോയും കൂടെ ആയിട്ട് ഇപ്പോ ഈ മറുപടി ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഓടിയ മറുപടി ആയിരിക്കും അല്ലേ? നമ്മള് ചുരുക്കത്തിൽ നമ്മൾ കുടുങ്ങി നടത്തും. നമ്മളെ 10, 30, 45 മിനിറ്റോളം 2 വീഡിയോയിലും കൂടിയായിട്ട് നമ്മൾ നടത്തിയ ചർച്ചകൾക്കുള്ള മറുപടി മുഴുവനും അദ്ദേഹം പറഞ്ഞു. ഇതാ സൽമാൻ അസ്ഹരിയും അബൂ താഹിർ ഫൈസിയും ഇനി മറുപടി പോലും പറയാൻ കഴിയാതെ കുടുങ്ങിയിരിക്കുന്നു. നമ്മൾ രണ്ടാളും മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഇനി നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. ഏതായാലും 10-45 മിനിറ്റോളം നമ്മൾ സംസാരിച്ച ഒരുപാട് വിഷയങ്ങളിൽ 3 വിഷയങ്ങളിലാണ് തെറ്റിദ്ധരിപ്പിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹവും നമ്മുടെ നിലപാടിന്റെ കൂടെയാണ് എന്നത് തീർച്ചയായും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. രണ്ടാമത്, ഇനി ഈ 3 കാര്യം നമ്മളാണ് ക്ലിയർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആ വിഷയത്തിൽ ഇനി ഒരു തെറ്റിദ്ധാരണക്കും ചാൻസും ഇല്ല എന്ന് മനസ്സിലായി അല്ലേ?
അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ജാക്കിർ നായിക്കിന്ന് നമുക്ക് തുടങ്ങാം. എന്താണ് ജാക്കിർ നായിക്കിൻ്റെ വിഷയം? അദ്ദേഹം പറഞ്ഞത് മുജാഹിദുകൾ അദ്ദേഹത്തെ കൊണ്ടുവന്നിരുന്നു, അതിനുശേഷമാണ് നമ്മൾ കൊണ്ടുവന്നതെന്നാണ്. നമ്മൾ പറഞ്ഞത് അദ്ദേഹം ആഗോളതലത്തിൽ ഇസ്ലാമിക പ്രബോധകൻ എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന, വളരെ ട്രെൻഡിൽ നിന്നിരുന്ന ഒരു കാലഘട്ടമാണത്. എല്ലാവരും കൗതുകത്തോടെ നോക്കിയിരുന്ന ആഗോളതലത്തിൽ ഒരു തൊപ്പിയൊക്കെ ധരിച്ച ഒരു ദായി, നല്ലൊരു ദായി എന്ന നിലക്ക്, ആ നിലക്ക് തന്നെയാണ് മുജാഹിദുകൾ വന്ന് കൊണ്ടുവന്നത്. അല്ലാതെ ഒരിക്കലും മുജാഹിദുകൾ അത് സലഫി പണ്ഡിതനാണ് എന്ന് പറഞ്ഞിട്ടല്ല കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു ഇസ്ലാമിക പ്രബോധകനാണ് എന്ന നിലയിൽ. ഞാനിത് എത്ര ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ അറിയോ? അതിന് കൃത്യമായ പ്രൂഫ് അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്കും വേണമെങ്കിൽ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം, അദ്ദേഹം സലഫി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് എന്ന് മുതലാണ്. കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2000-ൻ്റെ മധ്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ പീസ് TV എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ അദ്ദേഹം വളരെ രംഗത്ത് വന്ന് തരംഗം സൃഷ്ടിച്ച ഒരു കാലഘട്ടം ഉണ്ടായത്. ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ സലഫിസം പുറത്ത് ചാടുന്നത് എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. അതിനു മുമ്പ് അദ്ദേഹം സലഫിസം അദ്ദേഹത്തിൽ നിന്ന് പ്രകടമായിരുന്നില്ല. പൊതുവായൊരു മുസ്ലിംകളുടെ ദായിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എന്ന് കൃത്യമായിട്ട് ഗൂഗിളിൽ തന്നെ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും. സൽമാൻ ഉസ്താദ്, ഞാൻ ഈ കാണിച്ചു തരുന്നത് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി ആർക്കും കാണാൻ സാധിക്കും. ജാക്കിർ നായിക്സ് അസോസിയേഷൻ വിത്ത് സലഫിസം ആൻഡ് ഹിസ് ബീയിങ് ലേബലഡ് ആസ് സലഫി സ്കോളർ become more prominent around the early to mid 2000s, particularly with the launch of his Peace TV channel in 2006. അതായത് 2006 അദ്ദേഹത്തിൻ്റെ പീസ് TV ചാനൽ ലോഞ്ച് ചെയ്തതോടുകൂടെയാണ് അദ്ദേഹം സലഫി പണ്ഡിതനാണെന്ന് ലോകം അറിയാൻ തുടങ്ങിയത്. പ്രത്യേക പറയാൻ കാരണം എന്താ അറിയോ? ഒരു ദായി എന്ന് മാത്രമല്ല, കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിലൂടെ കടന്നു വരുന്ന രംഗങ്ങളാണ് നമ്മൾ TV-യിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ അന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. അന്ന് ഈ പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നു. ഇയാളിലൂടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക. ആ നിലക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇസ്ലാമികമായിട്ട് യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് ആളുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു പ്രചണ്ഡമായ പ്രചരണം അന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു മുസ്ലിമും സന്തോഷിക്കുന്ന കാര്യമല്ലേ അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ. അങ്ങനത്തെ ഒരാളോ ആ കാലഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കണം. സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത ആ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രിവിലേജ് അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ട് കൽപ്പിച്ചുകൊണ്ടാണ് അന്ന് നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അല്ലാതെ ഒരിക്കലും അദ്ദേഹം ഒരു സലഫി പണ്ഡിതനാണെന്ന രീതിയിലല്ല കൊണ്ടുവന്നത്. അതേ രീതിയിൽ തന്നെയാണ് മുജാഹിദുകളും അന്ന് കൊണ്ടുവന്നത്. ഒരിക്കലും അദ്ദേഹം ഒരു സലഫി പണ്ഡിതനാണ് എന്ന പേരിലല്ല മുജാഹിദുകളും കൊണ്ടുവന്നത്. കാരണം അദ്ദേഹം സലഫി പണ്ഡിതനല്ല, അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം അങ്ങനത്തെ ആശയം പറയാൻ തന്നെ തുടങ്ങിയിട്ടില്ല എന്നതാ ചരിത്രം പറയും. 1999 ഈ ദശവാർഷിക സമ്മേളനം നടക്കുന്നത് അല്ലേ? ആ സമ്മേളനത്തില് ആ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ പോലും വ്യാപകമായിട്ടില്ല. വ്യാപകമായിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം തന്നെ ഇല്ലാത്തൊരു സാഹചര്യം പോലെയാണ്. വളരെ അപൂർവമായ ആളുകളെടുത്താ മറ്റേ വലിയ ഫോണൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു കാലഘട്ടമാണത്. ഇറങ്ങുന്ന സമയമാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളുടെ അതേ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഈ വിഷയത്തിൽ നമ്മളൊരു കൂടുതൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ആ സമ്മേളനത്തിന്റെ സംഘാടകനായ ഒരു പ്രമുഖ വ്യക്തിയോട് നമ്മൾ സംസാരിച്ച് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് എന്ന്. അതിനെയെങ്കിലും അദ്ദേഹം മാനിക്കണമായിരുന്നു. മാന്യനാണെങ്കിൽ അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹം വിദ്യാർത്ഥി ആയിരിക്കുന്ന അദ്ദേഹത്തിന് സംഘടനാ സംവിധാനങ്ങൾ മറ്റു കാര്യങ്ങളെ കുറിച്ച് ക്ഷണിക്കപ്പെടുന്ന ആളുകളെ കുറിച്ചൊക്കെ എത്രമാത്രം ധാരണ ഉണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടമാണ്. ആ സമ്മേളനത്തിന്റെ സംഘാടകരിൽപ്പെട്ട ഒരാളോട് സംസാരിച്ചിട്ടാണ് നമ്മൾ ഈ വിഷയം പറയുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനെ മാനിക്കണമായിരുന്നു. ഇപ്പോ 2006 അദ്ദേഹത്തിന്റെ ഈ റേഡിയോ ചാനൽ അല്ലേ,
ഈ ചാനലിലൂടെയാണ് അദ്ദേഹത്തിന്റെ ലോകം മുഴുവനും അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും കേൾക്കാൻ തുടങ്ങിയതും അദ്ദേഹത്തിന്റെ നവീന ആശയങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയതും. പിന്നെ അവിടെ പറയുന്ന മറ്റൊരു പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ വഹാബികളാണ് അതിന്റെ മുമ്പ് അദ്ദേഹത്തെ ആദ്യം കൊണ്ടുവന്നത് എന്നാ. അല്ല, ഈ വഹാബി സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാളെ സമസ്തയുടെയോ SKSFന്റെയോ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല, അതൊരു ശരിയായ നടപടിയല്ല എന്ന് അദ്ദേഹവും അറിയാതെ സമ്മതിക്കുന്നു എങ്കിൽ അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണത്. നിലവിൽ കേരളത്തിൽ സാക്കിർ നായിക്ക് ഉത്തരേന്ത്യ കിടക്കുന്ന ആളാണ്. കേരളത്തിലുള്ള ആരെയൊക്കെ സമസ്തയുടെയും SKSFന്റെയും സമ്മേളനത്തിന്റെ വേദിയിൽ ഇരുത്താൻ പറ്റും എന്ന് അദ്ദേഹം ഒന്ന് ആലോചിച്ചാൽ മതി. മാത്രല്ല, ഇപ്പൊ വഹാബികള് അവരുടെ സമ്മേളനത്തിന് വിളിക്കുന്ന MLA-മാര്, MP-മാര്, രാഷ്ട്രീയ നേതാക്കൾ, MLA-മാരും മന്ത്രിമാരും അല്ലാത്ത രാഷ്ട്രീയ നേതാക്കളായ മുസ്ലിം ലീഗ് പാർട്ടിയുടെയൊക്കെ നേതാക്കളായ ആളുകൾ, അവരൊക്കെ ഇപ്പം വഹാബികളുടെ സമ്മേളനങ്ങളിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. അതേ ആളുകളെ നമ്മളെ സമ്മേളനങ്ങളിലും പങ്കെടുപ്പിക്കാറുണ്ട്. ഈ പങ്കെടുപ്പിക്കുന്നത് അദ്ദേഹം ആ പറഞ്ഞേ വെച്ച് നോക്കുമ്പോൾ പാടില്ല എന്നിടത്താണ് അദ്ദേഹത്തിന്റെ മനസ്സുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്, അല്ലെ? മറുപടി അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക്, നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക്, സാക്കിർ നായിക്കുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സലഫി ആശയം ജനങ്ങൾ അറിഞ്ഞത് എന്ന് മുതലാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോ അബൂ താഹിർ ഫൈസി വിവരിച്ച ഈ കാര്യങ്ങൾ കൂടെ അദ്ദേഹം മറുപടി പറയുകയാണെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു, അല്ലെ? ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. നമുക്ക് അടുത്ത കാര്യം, രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. അതായത് പാണക്കാട് തങ്ങൾ ഉണ്ടായിക്കെ മറ്റുള്ളവരെ ഉദ്ഘാടനം ചെയ്യുന്ന വിഷയം. അത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു. ഇപ്പം എന്താണ് അതിന് മാറ്റം എന്ന് പറഞ്ഞിരുന്നു. അതായത് പൊതുവായ സ്ഥിതിയിൽ എന്താണ് മാറ്റം എന്നാണ് നമ്മൾ ചോദിച്ചത്. അല്ലാതെ എല്ലാ പരിപാടികളും അങ്ങനെ പാടുള്ളൂ എന്നൊരു നിയമമൊന്നുമില്ല. അത് മുമ്പും അങ്ങനെ തന്നെയാണ്. മുമ്പ് 60-ാം വാർഷിക ഉദ്ഘാടനം ചെയ്ത ആരാ? 60-ാം വാർഷിക ഉദ്ഘാടനം ചെയ്ത ആരാ? ശൈഖുന ശംസുൽ ഉലമ. പ്രധാനപ്പെട്ട പരിപാടികൾ പാണക്കാട് സാദാത്യങ്ങളാണ് ഉദ്ഘാടനം ചെയ്യാറുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെതായ മനസ്സിൽ രൂഢമൂലമാക്കി ആർക്കോ വേണ്ടി ഒപ്പിച്ചെടുത്ത ഒരു വിഷയം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ അദ്ദേഹം ജനിക്കുന്നതിന്റെ മുമ്പുള്ള സമ്മേളനങ്ങൾ മുതലാണ് പറഞ്ഞാൽ മതിയല്ലോ, അല്ലെ? അതെ. 60-ാം വാർഷികം, 70-ാം വാർഷികം ആരാണ് ഉദ്ഘാടനം ചെയ്ത്? അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അദ്ദേഹത്തിനുള്ള ഉത്തരം കിട്ടി. ഇനി ഞാൻ കാണിച്ചു തരാം അസരി ഉസ്താദ്. ഒരു ഇമേജ് നിങ്ങൾ കണ്ടു, ഒരു പിക്ചർ, അതിമനോഹരമായ ഒരു പിക്ചർ. ഇത് വാദി നൂറിലേക്ക് നേതാക്കൾ കടന്നു വരുന്ന ഒരു രംഗാണ്. ഇപ്പോൾ മൂപ്പര് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അസരി തങ്ങളെ വലിച്ച് ബാക്കോട്ട് കൊണ്ടുപോകുകയായിരിക്കും. കാരണം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ബാക്കിലാണ് നടന്നു വരുന്നത്. ഏറ്റവും മുന്നിൽ അസരി തങ്ങളാണ്, ആലിമാണ്. അതിൻ്റെ ബാക്കിൽ ചെറുശ്ശേരി ഉസ്താദാണ്. അതിൻ്റെ ബാക്കിൽ പിന്നെ ഈ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അതിൻ്റെ ബാക്കിൽ ഉമർ അലി ശിഹാബ് തങ്ങളുണ്ട്, അതിൻ്റെ ബാക്കിൽ ഹൈദർ അലി ശിഹാബ് തങ്ങളുണ്ട്. ഈ ആനമങ്ങാട് ഉദവിയെപ്പോലുള്ള ഉദവികൾ അവിടെ ഉണ്ടെങ്കിലേ തടഞ്ഞു വെച്ചിട്ട് ഈ പിന്നെ അസരി തങ്ങളെ ബാക്കിക്ക് കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയൊക്കെ നോക്കുന്ന ആളുകളെ, കാരണം നമ്മൾ ഇതിലൊന്നും ഏറ്റ വ്യത്യാസം നോക്കിയിട്ടില്ല. അത് നേതാക്കളാണ്ട് തീരുമാനിക്കും. ആ സാഹചര്യം പോലെ നേതാക്കൾ തീരുമാനിക്കുന്ന അംഗീകരിക്കുക എന്നല്ലാതെ അന്ന് അവരായിരുന്നു ഇന്ന് ഇവരായിരുന്നു എന്ന് നോക്കി നടക്കുന്ന ഒരു ഏർപ്പാട് സമസ്തന്റെ മക്കൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? അതൊന്ന് ആലോചിച്ച് നോക്കി. പാണക്കാട് സാദാത്യങ്ങളോട് വലിയ മഹബത്തുള്ള ആളുകളാണ് ഞങ്ങൾ പാണക്കാട് സാദാത്യങ്ങൾ ആളുകളാണ്, ഞങ്ങളാണ് അവരെ സമൂഹത്തിന്റെ ഇടയിൽ ഇങ്ങനെ മുന്നിൽ നിർത്തുന്ന ആളുകൾ എന്ന് വേറെ ചിലരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ചിലരെ ആശ്രയിച്ച് നിലനിൽക്കണം. അപ്പൊ അതിനു വേണ്ടി അങ്ങനെയുള്ള ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഒരു തരം ഡ്രാമയാണ് ഇതൊക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ പാണക്കാട് സ്നേഹം, വലിയ പാണക്കാട് സ്നേഹം കൊണ്ടാണല്ലോ ഇപ്പൊ ഈ പറയുന്നത് എന്നാണല്ലോ വരുത്തി തീർക്കുന്നത്. ഇപ്പോൾ പാണക്കാട് സാദാത്യങ്ങളെ പഴയ പോലെ പരിഗണിക്കുന്നില്ല, സമസ്തയുടെ നേതാക്കൾ പഴയ പോലെ പരിഗണിക്കുന്നില്ല. അതാണല്ലോ ഇപ്പൊ 20 കൊല്ലം കഴിയാനൊക്കെ കാത്തിരിക്കുന്നത്. ഇത് അവര് നിരന്തരം അദ്ദേഹത്തിന്റെ മാത്രമൊന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ അവരുടെ പേജുകളിലൂടെ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ
അവര് ഈ പല സ്ഥലങ്ങളിലും ഇപ്പൊ വേങ്ങര പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് നിരവധി ആളുകൾ അതിലേക്ക് ആഡ് ചെയ്ത് നിരന്തരം തെറ്റിദ്ധരിപ്പിക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇവർ ഈ ചെയ്യുന്നതിലൊക്കെ ഇപ്പൊ നിലവിൽ സമസ്തയുടെ നേതൃത്വം പാണക്കാട് സാദാത്യങ്ങൾക്ക് വലിയ പരിഗണന കൊടുക്കുന്നില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇത്ര പാണക്കാട് സാദാത്യങ്ങളോട് വലിയ മഹബത്ത് ഈ പറയുന്ന രൂപത്തിൽ സമസ്തക്കാർക്കില്ലാത്ത വലിയ ഹുബുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിന് ഷറഫുദ്ദീൻ ഉദവി ഇപ്പൊ ഏതായാലും മറുപടി പറയണ്ടല്ലോ, എന്നാ പിന്നെ അദ്ദേഹം ഒരു വോയിസിലോ മറ്റോ മറുപടി പറയട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം പാണക്കാട് സാദാത്യങ്ങളിൽപ്പെട്ട ആളല്ലേ, ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ മകനല്ലേ. അദ്ദേഹത്തെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗുണ്ട വന്നിട്ട് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പൊന്നുമോനെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ നാവിന് സാധിക്കാത്ത അത്രയും തെറി സംസ്കാര ശൂന്യമായ പ്രയോഗം നടത്തിയിട്ട് അതിനെതിരെ ഇവരാരെങ്കിലും നാക്ക് ചലിപ്പിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ തന്നെയാണ് ആ വിഷയത്തിലും പ്രതികരിക്കാനുണ്ടായിരുന്നത്. രണ്ടാമത്തെ വിഷയം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഉസ്താദിനോട് പത്രക്കാർ ചോദിച്ചപ്പോ എന്താ അദ്ദേഹത്തിന്റെ ഉസ്താദ് പറഞ്ഞത്? തോന്നിയാസം ചെയ്താൽ അങ്ങനെ കേൾക്കേണ്ടി വരും എന്നാ പറഞ്ഞത്. തോന്നിയാസം ചെയ്താൽ അങ്ങനെ കേൾക്കേണ്ടി വരും. ഇതാണ് ഇവര് പാണക്കാട് സ്നേഹം എന്ന് പറയുന്നത്. ഈ പാണക്കാട് സ്നേഹം അമിതമായി കാണിക്കുന്നതൊക്കെ ഇപ്പൊ ഈ അടുത്ത് പ്രകടമാക്കി കാണിക്കുന്നതിന്റെ ഒക്കെ പിന്നിലുള്ള ഗൂഢ ലക്ഷ്യം എല്ലാവർക്കും അറിയാം. അതിന്റെ ഒരു ഭാഗമാണ് ഈ പറച്ചിലൊക്കെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതാത് കാലഘട്ടത്തിലുള്ള നേതൃത്വം സമസ്തയുമായി പാണക്കാട് സാദാത്യങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന ആളുകൾ, അവരിൽ കൂടുതൽ പ്രാമുഖ്യമുള്ള ആളുകൾ, അവരെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അധ്യക്ഷനായിട്ട് ഇരുത്തും. പല റോളുകളിലും അവരുണ്ടാകാറുണ്ട് അല്ലേ? അതെ അതെ. അപ്പൊ ഇതാണ് തനി കാപട്യം. അതായത് ഇവര് ചില ആളുകളെ നിങ്ങൾ പറഞ്ഞ വളരെ പോയിന്റാണ്. കാരണം ചില ആളുകളൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാണക്കാടിൻ്റെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പിന്നിൽ പല താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി എങ്ങനെ പറയാന്നല്ലാതെ ഉള്ളിലില്ല. അത് കാപട്യാണെന്ന് മേൽപ്പറഞ്ഞ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. അദ്ദേഹം പറഞ്ഞത് റസാഖ് ഖാൻ ബറേൽവിയെ കുറിച്ചാണ്. റസാഖ് ഖാൻ ബറേൽവിയെ കുറിച്ച് ഇന്നത്തെ പല ബിരുദധാരികളോട് ചോദിച്ചാലും അറിയാവരെന്നാണ് അറിഞ്ഞത് എന്ന്. ഈ വിഷയത്തിൽ എന്താ പറയാനുള്ള സരിസ്ത? അഹമ്മദ് റസാഖ് ഖാൻ ബറേൽവി തങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രയോഗം എന്താണ്? നിങ്ങളൊന്നുകൂടി പറഞ്ഞാണ്. ഇന്നത്തെ പല ബിരുദധാരികളോടും ചോദിച്ചാൽ അറിയാം അവരെന്നാണ് അറിഞ്ഞത് റസാഖ് ഖാൻ ബറേൽവിയെ കുറിച്ചൊക്കെ. മറുപടി കൊണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആ മറുപടിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്താണ് ആ പറയുന്ന അർത്ഥം എന്നുള്ളത്. അഥവാ എനിക്ക് ഇതിന് മറുപടി പറയാൻ സാധ്യമല്ല എന്ന്. ആയിക്കോട്ടെ, ഞമ്മക്കത് വിശദീകരിച്ചു കൊടുക്കാം. നമുക്കിപ്പോ വിശദീകരിച്ചു കൊടുക്കുന്നതിന് പ്രയാസമൊന്നുമില്ലല്ലോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 85-ാം വാർഷിക സമ്മേളനത്തിലെ സത്യസരണിയുടെ ചരിത്ര സാക്ഷ്യം അല്ലെ, സത്യസരണിയുടെ ചരിത്ര സാക്ഷ്യം എന്ന 85-ാം വാർഷികത്തിന് ഇറക്കിയ സുവനീറിൽ സുഹൈൽ ഹുദവി എഴുതിയ ലേഖനത്തില് ഒരു വിഷയം പറയുന്നുണ്ട്. ഞാൻ അത് മാത്രം വായിക്കാം. ഒരു ഹുദവി, അത് മാത്രം മതി ഇപ്പൊ ഇതിന് മറുപടി. ഇവർ ഈ വലിയ അഭ്യസ്ത വിദ്യരാണ്, ലോകം തിരിയണവരാണ്. കേരളത്തില് ഇസ്ലാമിനെ കേരളത്തിന്റെ പുറത്ത് എല്ലാ ഭാഷയിലും പ്രബോധനം നടത്തുന്ന ആളുകളാണ്, വലിയ ചിന്തകരാണ് എന്നൊക്കെ പറയുന്ന ആളുകള് ഇവരെന്താണ് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ധാരണയില്ലാതെ സംസാരിക്കുന്നത്? ഇവര് എഴുതി വെച്ചതും ഇവര് പറഞ്ഞു വെച്ചതെങ്കിലും ചുരുങ്ങിയത് അവർക്കൊരു ബോധ്യം വേണ്ടേ? എന്നിട്ട് വേണ്ടേ ഈ ആളുകളോട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ? ഞാന് ആ ഹുദവി എഴുതിയ ഭാഗം ഒന്ന് വായിക്കാം. ആ ഹുദവി ഏതാന്നറിയോ? ബഹാവുദ്ദീൻ ഉസ്താദിന്റെ മോനല്ലേ? അല്ല, അത് വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഇപ്പൊ ഈ ഷറഫുദ്ദീൻ ഉദവി ആനമങ്ങാട് ആ പ്രസംഗിച്ചത് മറ്റൊരാള് കൊടുത്ത മാറ്ററാണ് എന്ന് ഒരു കിംവദന്തി ഉണ്ട്. നമ്മള് അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കണില്ല. അതാരാ പറയിപ്പിച്ചത്, ആർക്ക് വേണ്ടി പറഞ്ഞതാന്നൊക്കെ സമസ്തനെ സ്നേഹിക്കുന്ന ധാരാളം ഹുദവികൾ ഉണ്ട് എന്നെങ്കിലും ഇവർ മനസ്സിലാക്കണ്ടേ? ഇരിക്കട്ടെ, ഏതായാലും സുഹൈൽ ഉദവിയുടെ ആ ലേഖനത്തിന്റെ ആ ഭാഗം ഞാൻ വായിക്കാം. ബറേൽവികളെ കുറിച്ച് അദ്ദേഹം തയ്യാറാക്കിയൊരു പഠന റിപ്പോർട്ട് പോലെയാണ് ആ ലേഖനം. ഇന്ത്യൻ സുയൂത്തി അഥവാ സുയൂത്തിയുൽ ഹിന്ദ് എന്ന പേരിൽ ആഗോള ഇസ്ലാമിക സമൂഹത്തിന് ഏറെ സുപരിചിതമാണ് അയല ഹസ്രത്തിന്റെ ബഹുമുഖ വ്യക്തിത്വം. എന്ത് മനസ്സിലായി? അപ്പൊ ഒന്നുകിൽ ഷറഫുദ്ദീൻ ഹുദവി ഇത് കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കണം,
അല്ലെങ്കിൽ ഷറഫുദ്ദീൻ ഉദവിക്ക് ഇത് നിർദ്ദേശിച്ചു കൊടുത്ത ആള് ഇത് കണ്ടിട്ടില്ല എന്ന് വെക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ ആഗോള ഇസ്ലാമിക സമൂഹത്തിന്റെ പുറത്താകണം കേരളം. ഇത് എന്തെങ്കിലും ഒന്ന് നടന്നെങ്കിലേ ഇത് ശരിയായി കിട്ടുള്ളൂ. ഇവിടെ നോക്കിയേ, ഇന്ത്യൻ സുയൂത്തി എന്ന പേരിൽ ആഗോള ഇസ്ലാമിക സമൂഹത്തിന് ഏറെ സുപരിചിതനാണ് ആയില ഹസ്രത്ത്. ആ ഹസ്രത്തിന്റെ ബഹുമുഖ വ്യക്തിത്വം എന്നാ പറയണത്. അപ്പോ 2012 85 വാർഷിക സുവനീറിൽ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദിന്റെ മകൻ ബഹുമാനപ്പെട്ട അഹമ്മദ് റസാ ഖാൻ തങ്ങളെ ലോകം മുഴുവൻ അറിയുന്ന പണ്ഡിതനാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇയാള് പറയാണ് അത് മതവിരുദ്ധധാരികളോട് ചോദിച്ചാൽ മതി, ആർക്കും അറിയില്ല, അഹമ്മദ് റസാ ഖാനെ കുറിച്ച് ആർക്കും അറിയില്ല എന്ന്. അപ്പൊ നമ്മള് ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ആ അബദ്ധം അംഗീകരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ സുഹൈൽ ഹുദവിനെ തിരുത്തണം, അല്ലെങ്കിൽ ഈ സുവനീർ മാറ്റേണ്ടി വരും. ഇതിലെ ഒരു വിഷയം കൂടി ഉണ്ട്. അതായത് ഈ നജ്മുദ്ദീൻ ഹുദവി കൊണ്ടോട്ടി, അദ്ദേഹം ഇവരുടെ ഫത്വ ഓൺ വെബ് എന്ന് പറഞ്ഞിട്ട് ഈ ഹാദിയൻ്റെ ഒരു ഔദ്യോഗികമായ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ആരാണ് ബറേൽവികൾ എന്ന ഹെഡിങ്ങിൽ ഒരു ലേഖനമുണ്ട്. അതിൽ ഇയാൾ ബറേൽവികളെ കുറിച്ച് വന്ന ബറേൽവി സരണി ഒന്ന് പരിചയപ്പെടുത്താമോ എന്ന ചോദ്യത്തിന് ഇദ്ദേഹം നൽകിയ മറുപടിയിൽ അവസാനം പറയുന്നത് എന്താ അറിയോ? ഈ ബറേൽവികളെ കുറിച്ച്, റസാ ഖാൻ ബറേൽവിയെ കുറിച്ച് തെറ്റിദ്ധാരണ ഇവിടെ പരത്തിയത് കേരളത്തിലെ ഉൽപ്പതിഷ്ണുക്കളാണ്. അതായത് കേരളത്തിലെ ബിദഈ ചിന്താഗതിക്കാരാണ് അഹമ്മദ് റസാ ഖാൻ ബറേൽവിയെ കുറിച്ച് ഇവിടെ അപ്പൊ ഈ പറഞ്ഞ ആളുകളുടെ ആശയം എന്താണ് എന്ന് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. അവർക്ക് സഹായകമായി ഇപ്പോഴും ബറേൽവികളെ കുറിച്ച് മോശമായി കേരളത്തിൽ ചിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? അപ്പൊ പിന്നെ ഇവരുടെ ആശയം എന്താ? അതെ 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 ഇത് കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഇവര് ഉത്തരേന്ത്യയിൽ പോയിട്ട് എന്തെഴുതി കൊടുത്തിട്ടുണ്ട്? ഞങ്ങൾ ബറേൽവി അഖീദ അംഗീകരിക്കുന്നവരാണ്, ഞങ്ങൾ ബറേൽവികളാണ്, ഞങ്ങൾ റസാ ഖാൻ ബറേൽവിയെ അംഗീകരിക്കുന്നവരാണ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാൾ എന്നോട് PM-ൽ ഇന്ന് ചോദിച്ചു, നമ്മളൊരു സുഹൃത്താണ്, അതിൻ്റെ ഒരു രേഖ നിങ്ങൾക്ക് പുറത്തു വിടാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അത് വിടാൻ കഴിയും, ആ വീഡിയോയിലൂടെ നമ്മൾ പുറത്തു വിടുകയാണ്. ഇതാ സൽമാൻ ഉസ്താദ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ആ രേഖ. അതായത് ദാറുൽ ഹുദയിൽ നിന്ന് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി നൽകിയ, അദ്ദേഹത്തിൻ്റെ ലെറ്റർ പേഡിൽ നൽകിയ രേഖയാണ്. ഇതിൽ പറയുന്നത് എന്താ അറിയുക നിങ്ങൾ? കൃത്യമായിട്ട് ഇതിൽ അവരുടെ അതായത് അഹമ്മദ് റസാ ഖാൻ ബറേൽവിയുടെ ഒരു ഗ്രന്ഥമുണ്ട്, ഹുസാമുൽ ഹറമൈൻ എന്ന് പറയുന്ന, അതായത് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥമാണ്. ലോകത്ത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തെ ചൊല്ലി ഒരുപാട് വിവാദങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ, ഈ ഹുദവി പറഞ്ഞതുപോലെ ഉൽപ്പതിഷ്ണുക്കൾ, പുത്തൻവാദികൾ ഈ ഒരു ഗ്രന്ഥത്തെ ചൊല്ലി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ അംഗീകരിക്കുന്നവരല്ല ഇവർ ഹുദവികൾ എന്നുള്ള പരാതി ബറേൽവികൾക്ക് കിട്ടിയപ്പോൾ അതിനിവർ മറുപടി കൊടുക്കുകയാണ്. ഈ പണ്ഡിതന്മാരുടെ മുന്നിൽ ഇതാ ഉറുദുവിലും അറബിയിലുമാണ് ഇതുള്ളത്, ആർക്കും വായിച്ചു നോക്കാം, നമുക്കൊക്കെ വഴങ്ങുന്ന ഭാഷയാണ്. ഞാനതിലെ കണ്ടൻറ്റ് മാത്രം പറയാണ്. അതായത് ഈ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു, ലാ നശുക്കു, ഞങ്ങൾ സംശയിക്കുന്നില്ല, വലാ നർത്താബു, ഞങ്ങൾ തീരെ സംശയിക്കുന്നില്ല. ഈ ഹുസാമുൽ ഹറമൈൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അഹമ്മദ് റസാ ഖാൻ ബറേൽവി നൽകിയ ഫത്വകൾ അത് സത്യമാണ്, അത് ഞങ്ങൾ ഉറപ്പിക്കുന്നു, അതിൽ ഞങ്ങൾക്ക് സംശയമില്ല. അദ്ദേഹം കൊടുത്ത ഫത്വകളെല്ലാം സത്യമാണ്, അദ്ദേഹത്തിൻ്റെ അഖീദയിലാണ് ഞങ്ങളുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണ്ഡിതന്മാരുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒപ്പുവെച്ച് കൊടുത്തു. നോക്കൂ നിങ്ങൾ, ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയുടെ ലെറ്റർ പേഡിലാണ് ദാറുൽ ഹുദയിൽ നിന്ന്, ദാറുൽ ഹുദൻ്റെ സീല് പോലുണ്ട്. ആ ബറേൽവി ആശയം ഞങ്ങളുടെ ആശയമാണ്, ഞങ്ങളുടെ അഖീദയാണ്, ഞങ്ങളത് സമ്മതിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒപ്പുവെച്ച് കൊടുത്തിട്ട് അതേ മഹാനായ റസാ ഖാൻ ബറേൽവിയെ കുറിച്ച് തീവ്ര ആശയമാണ് അദ്ദേഹത്തിൻ്റെ ആശയം, നമ്മൾ സ്വീകരിച്ചിട്ടില്ല എന്ന് ഒരു വശത്ത് പറയുമ്പോൾ ഇതൊക്കെ സമസ്തയെ ചെറുതാക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് ചെയ്തതാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ നിലവിലുള്ള നേതൃത്വത്തെ സമൂഹത്തിന്റെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കാനും
അവരെ ചെറുതാക്കാനും വേണ്ടി അവരുദ്ദേശിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആളുകളെ സ്വരൂപിക്കാനും വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ്. ഇതിലെങ്കിലും അവർക്കൊരു തിരിച്ചറിവുണ്ടാകണം. നിങ്ങൾ സമസ്തയെയോ സമസ്തയുടെ നേതൃത്വത്തെയോ ഇൻസൾട്ട് ചെയ്യാനോ ചെറുതാക്കാനോ അവർക്ക് പാരമ്പര്യ വഴിയിൽ നിന്ന് വ്യതിചലനം സംഭവിച്ചു എന്ന് പറയാനോ അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ സമർത്ഥിക്കാനോ ആര് ശ്രമിച്ചാലും, നിങ്ങൾ ശ്രമിച്ചാലും നിങ്ങളുടെ ഉസ്താദ് ശ്രമിച്ചാലും ആര് ശ്രമിച്ചാലും ശരി, നിങ്ങൾ സ്വയം ചെറുതാകും, അതിലൊരു സംശയമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫിത്ന ഉണ്ടാക്കൽ എന്നുള്ള ലക്ഷ്യം. ഇപ്പൊ ഈ വിഷയത്തിൽ ഷറഫുദ്ദീൻ ഉദവി പറഞ്ഞു സാക്കിർ നായിക്കിന്റെ വിഷയത്തിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതിന്റെ വസ്തുത നമ്മൾ അറിഞ്ഞപ്പോ ഇനി ഷറഫുദ്ദീൻ ഉദവിക്ക് എന്ത് മറുപടിയോ പറയാനുള്ളതെങ്കിലും നമുക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. രണ്ടാമത് അഹമ്മദ് റസാഖാനും റഹ്മഹുല്ലയുമായി ബന്ധപ്പെട്ട് ഇപ്പോ നടത്തിയ പരാമർശം, കേരളത്തിൽ ആർക്കും അഹമ്മദ് റസാഖാൻ തങ്ങളെ കുറിച്ച് അറിയില്ല, അദ്ദേഹത്തിന്റെ തീവ്ര സുന്നിസത്തോട് കേരളത്തിലുള്ള ആളുകൾക്ക് താല്പര്യമില്ല എന്ന്. അദ്ദേഹം പറഞ്ഞത് ശുദ്ധമായ നുണയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സമർത്ഥിച്ചതാണ്. സമസ്തയുടെ 933 തെർക്കുൽ മുവാലാത്ത് നമ്മൾ എടുത്തുകൊണ്ടുവന്നതാണ്. ആവർത്തിച്ചത് പാസാക്കിയ സമസ്ത മുഷാവറയുടെ നേതൃത്വത്തിന് നേരെ ഇത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വഹാബികളെയും മൗദൂദികളെയും ഉൾക്കൊള്ളുന്ന ഒരു സംഘമാണ് എന്ന് പുതിയ തലമുറക്ക് തെറ്റായ ഒരു സന്ദേശം എത്തിക്കാനുള്ള ശ്രമമല്ലേ നടത്തുന്നത്. അത് നമ്മൾ തിരുത്തി കൊടുക്കണ്ടേ? മാത്രമല്ല അതേ അഹമ്മദ് റസാഖാൻ ബറേൽവി തങ്ങളെ കുറിച്ച് ഇവരുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ഇപ്പോ ബഹുമാനപ്പെട്ട അബൂ താഹിർ ഫൈസി ഇവിടുന്ന് പിന്നെ അത് വായിക്കുകയും ചെയ്തു. അതിന്റെ കോപ്പി സ്ക്രീനിൽ കാണുന്ന ആളുകൾ കണ്ടും ചെയ്തല്ലോ. ഇതാണ് വസ്തുത. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ആർക്കൊക്കെയോ വേണ്ടി, മറ്റെന്തോ ലക്ഷ്യത്തിന് വേണ്ടി, എന്തൊക്കെയോ താല്പര്യത്തിന് വേണ്ടി പുകമറകൾ സൃഷ്ടിച്ച് ആരെയൊക്കെയോ കൂടെ നിർത്താൻ വേണ്ടിയുള്ള തനി നാടകങ്ങൾ മാത്രമാണ്. ഇത് സമൂഹം തിരിച്ചറിയണം. ഇവർ വലിയ ബുദ്ധിമാന്മാരാണ്, ബുദ്ധിജീവികളാണ്, സൂഫിയാണ്. ഇതാ സൂഫി നുണ പറയല. സൂഫിസം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇടയിൽ വലിയ സൂഫി ചമഞ്ഞു വന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, ചരിത്രത്തെ മറ്റൊരു അർത്ഥത്തിലേക്ക് വ്യാഖ്യാനിക്കുക. നമ്മൾ വളരെ ശക്തമായി ഈ സമസ്തയുടെ സുവനീറുകളുടെയും സമസ്തയുടെ ഇത്തരം ഈ പ്രസിദ്ധീകരണങ്ങളുടെയൊക്കെ പ്രസക്തി എന്താണ് എന്ന് ഇതിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഇദ്ദേഹത്തിന്റെ ചില സ്ക്രീൻഷോട്ടുകൾ അതുപോലെ വോയിസുകളൊക്കെ പുറത്തു വന്നിരുന്നു. നമ്മളിപ്പോൾ അതൊന്നും ഇടുന്നില്ല. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തു കൊണ്ടുവരാം. എന്തായാലും അദ്ദേഹം ആ സ്ക്രീൻഷോട്ടിൽ പറയുന്നത് എന്താ അറിയോ, ആ ഒരു വാട്സപ്പ് മെസ്സേജിൽ അദ്ദേഹം പറയുന്നത്, സുപ്രഭാതം തുടങ്ങുന്ന സമയത്ത് എൻ്റെ പിതാവ് പറഞ്ഞിരുന്നു ഇത് സമുദായത്തെ രണ്ടാക്കാനുള്ള പത്രമാണ്. ആരാണ് സുപ്രഭാതം തുടങ്ങുന്നത്? ആരാണ് ഇപ്പോൾ അതിൻ്റെ എഡിറ്റർ? അല്ല, ഇദ്ദേഹത്തിന്റെ അനിയന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ എന്തോ എനിക്ക് ആരോ വിട്ടുവന്നിരുന്നു. പിന്നെ ഈ നിലവിലെ സമസ്തയുടെ നേതൃത്വത്തെ പരിഹസിച്ചുകൊണ്ട്. അല്ല, അത് പോട്ടെ. അത് ഇപ്പൊ നിലവിലുള്ള സമസ്തയുടെ നേതൃത്വം മാത്രമല്ല, മഹാനായ ഷംസുൽ ഉലമ കേരളത്തിൽ അനൈക്യം ഉണ്ടാക്കിയ ആളാണ് എന്ന് പറഞ്ഞതാരാ? ഇവരുടെ കൂടെ പഠിച്ച ആൾ തന്നെയല്ലേ, ഒരു ഹുദവി തന്നെയല്ലേ പറഞ്ഞത്? ഷംസുൽ ഉലമ അനൈക്യം ഉണ്ടാക്കിയ ആളാണ്. അതേ പണി ഷംസുൽ ഉലമയുടെ ശിഷ്യനായതുകൊണ്ട് സയ്യിദുൽ ഉലമയും ചെയ്യും എന്ന് പറഞ്ഞതാരാ? അപ്പൊ ഇവർക്ക് ഷംസുൽ ഉലമയില്ല, സയ്യിദുൽ ഉലമയില്ല, സമസ്തയില്ല, സമസ്തന്റെ ആശയോ ആദർശമൊന്നുമില്ല. അവർക്ക് അവരുടേതായ സർക്കിളിൽ അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട്. അതിന് ആവശ്യം വരുന്ന സമയത്തോളം സമസ്തയെ ചേർത്ത് പിടിക്കുക, ആവശ്യം വരുന്നിടത്ത് വലിയ സമസ്തക്കാരായിട്ട് രംഗത്ത് വരിക. അല്ലാത്ത സമയങ്ങളിലൊക്കെ സമസ്തയെ അപകീർത്തിപ്പെടുത്താനും സമസ്തയുടെ നേതൃത്വത്തെ ചെറുതാക്കാനും വേണ്ട മറ്റെല്ലാ ശ്രമങ്ങളും നടത്തുക. ഇതൊക്കെ നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അതിന് സമസ്ത വിരുദ്ധരായ, എങ്ങനെയെങ്കിലും സമസ്ത ഒന്ന് തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ സപ്പോർട്ടും. അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അറിയാം. അങ്ങനത്തെ ആളുകൾക്ക് ഇവരെ താങ്ങിയും ഉന്തിയും വിടുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ച ആളുകളും ഒക്കെ ഉണ്ടല്ലോ. അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ അറിയാം ഇവരുടെ ലീഗ് പ്രേമം എന്തായിരുന്നു എന്ന്. അതും ഇവരുടെ കാര്യം നേടാനുള്ള ചില കളികളും. അല്ല, ലീഗ് പ്രേമം മാത്രമല്ല, പാണക്കാട് പ്രേമത്തിന്റെ കഥ നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെ പാണക്കാട് സാദാത്യങ്ങളോട് സ്നേഹമുള്ള ആളുകളാണെങ്കിൽ മൊയ്ൻ അലി ശിഹാബ് തങ്ങളുടെ കാര്യത്തിൽ ഇവർ സ്വീകരിച്ച നിലപാടും ഇവരുടെ പിന്നെ വലിയ ആള് സ്വീകരിച്ച നിലപാടൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, പത്രക്കാരെ ചോദ്യത്തിന് പറഞ്ഞ മറുപടിയൊക്കെ. അങ്ങനെ പാണക്കാട് സ്നേഹം ഉണ്ടെങ്കിൽ അന്നെന്തേ ആ സ്നേഹം എവിടെ പോയിരുന്നു? പിന്നെ ഇവിടുന്ന് ആ ഒരു പെട്ടെന്നൊരു സ്നേഹം എന്താ കൊറോണക്ക് ശേഷം പൊട്ടിമുളച്ചതാ? എന്നിട്ട് ചില്ലിക്കാര്യം, അതായത് സമസ്തയുടെ നേതൃത്വം
ചിന്തിക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല. ആ സമ്മേളനം തങ്ങൾ ഉദ്ഘാടനം ചെയ്യണം, ഈ സമ്മേളനം ഇങ്ങനെ അങ്ങനത്തെ ഒരു മത്സരം തന്നെ അവിടെ നടക്കുന്നില്ലല്ലോ. ഒരു കാര്യം കൂടെ ഇവർക്ക് എന്താ വെച്ചാൽ കുറച്ച് ആളുകളെ ഈ പാണക്കാട് സാദാത്യങ്ങൾ ആളുകളായിട്ട് രംഗത്ത് വന്നിട്ട് ഇങ്ങോട്ട് സംസാരിച്ചിട്ട് കുറച്ച് ആളുകളെ സമസ്തക്കെതിരെ പ്രകോപിതരാക്കി നിർത്തണം, സമസ്തയുടെ നേതൃത്വത്തിനെതിരെ പ്രകോപിതരാക്കി നിർത്തണം. അങ്ങനെ നിർത്തുകയും ഇപ്പൊ സയ്യിദുൽ ഉലമക്കെതിരെയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ സയ്യിദുൽ ഉലമയോട് തങ്ങളെ സമസ്തയെ തകർക്കരുത് എന്ന്. സയ്യിദുൽ ഉലമ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ കൈ പിടിച്ച് പ്രസിഡന്റ് ആക്കിയ ആളാ. അന്ന് മുതൽ കേരളത്തിൽ സമസ്തന്റെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ, അതിനു മുമ്പ് ട്രഷററാ. അന്നൊന്നും ഇല്ലാത്തൊരു വിഷയം എന്ന് തുടങ്ങി ആര് തുടങ്ങി എന്നൊക്കെ ഇനിയും ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇനി നമുക്ക് ഈ സേഠ് സാഹിബിന്റെ ഒരു വിഷയം ഉണ്ടല്ലോ, അതുകൂടി അതിലേക്ക് കൂടി വരാം. അതായത് ലീഗ് സേഠ് സാഹിബിനെ ഒഴിവാക്കിയ സന്ദർഭത്തിൽ INL ഉണ്ടായപ്പോൾ പിന്നീട് അതിന് ശേഷം പിന്നെ ജാമ്യയിലേക്ക് എന്തായിട്ടില്ല, സേഠ് സാഹിബിനെ വിളിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ സമ്മേളനങ്ങളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു സുലൈമാൻ സേഠ് സാഹിബ്. അദ്ദേഹം ലീഗിൽ നിന്ന് പോയത് മുതൽ ശേഷം അദ്ദേഹം ജാമിയയിലേക്ക് വന്നിട്ടില്ല എന്ന്. ഈ പറഞ്ഞ വിഷയം ഇപ്പോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും, ഈ രണ്ട് പ്രസ്ഥാനത്തിന്റെയും മാർഗങ്ങൾ രണ്ടാണ്, ലക്ഷ്യം രണ്ടാണ്, രീതി രണ്ടാണ്, എല്ലാം രണ്ടാണ്. പക്ഷേ പരസ്പര സഹകരണത്തോടു കൂടിയാണ് രണ്ട് പ്രസ്ഥാനങ്ങളും പ്രവർത്തിച്ചു പോരുന്നത്. അത് ഈ ഉമ്മത്തിന്റെ പൊതുവായ ഗുണത്തിന് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് അങ്ങനെയാണ്. കാലങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് സുന്നി നേതൃത്വത്തിന്റെ കൈകളിൽ വന്നത് മുതൽ, അതിന് മുമ്പ് വഹാബികളുടെ കയ്യിലാണെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങള്, പൂക്കോയ തങ്ങൾ വാപ്പയൊക്കെ ലീഗിലേക്ക് വരുമ്പോഴാണ് മുസ്ലിം ലീഗിന് ഒരു സുന്നി നേതൃമുഖം വരുന്നത്. അപ്പോഴാണ് കേരളത്തിലെ സുന്നികളൊക്കെ ആ പ്രസ്ഥാനത്തോട് കൂടുതൽ അടുക്കുന്നതും. അതിനുവേണ്ടി തന്നെയാണ് അവരെ നേതൃതലത്തിലേക്ക് കൊണ്ടുവന്നതും. അതൊക്കെ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇരിക്കട്ടെ, അന്ന് മുതൽ പരസ്പര സഹകരണത്തോടു കൂടെ തന്നെ പ്രവർത്തിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായി മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോയ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട ഒരാളെ പിന്നെ ജാമിയയിലേക്ക് കൊണ്ടുവരാൻ ഒരു പക്ഷേ സമസ്തയുടെ നേതൃത്വം തയ്യാറായിട്ടുണ്ടാവില്ല. അതൊരു സ്വാഭാവികമായ പ്രതിഭാസമാണ്. ഇത് തിരിച്ചും വേണ്ടേ? മാത്രമല്ല, അത് മാത്രമൊന്നുമല്ലല്ലോ, ജാമിയന്റെ കഥ മാത്രമൊന്നുമല്ല. അപ്പൊ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ പ്രമുഖനായ നേതാവാണ് നമ്മുടെ PMA റഹീം, PTA റഹീം സാഹിബ് അല്ലെ, റഹീം സാഹിബ് കൊടുവള്ളിക്കാരൻ. അദ്ദേഹം സമസ്തയുടെ നേതൃരംഗങ്ങളിലൊക്കെ വിദ്യാഭ്യാസ ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. റഹീം സാഹിബ് നല്ല സുന്നിയാണ്, നല്ല സമസ്തക്കാരനാണ്. റഹീം സാഹിബിനെ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തെ സമസ്ത ഒരു പരിപാടിയിലേക്കും വിളിക്കാറില്ല. പിന്നെ സമസ്തയുടെ കോഴിക്കോട് ജില്ലയിലെ നേതാക്കളായ ആളുകൾ വലിയ മനോവേദനയോടുകൂടെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്. എന്നാലും അദ്ദേഹം നിലവിൽ അദ്ദേഹത്തിന്റെ മഹലിന്റെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം സജീവമായി ഇടപെടുന്നുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത്. മാത്രമല്ല, അദ്ദേഹം എങ്ങനെങ്കിലുള്ള ഒരു ലീഗുകാരനല്ല, നല്ല ദീനിയായ സമസ്തക്കാരനായ ലീഗുകാരനാണ്. അദ്ദേഹത്തെ ലീഗിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോ എല്ലാ വേദനകളും സഹിച്ചുകൊണ്ട് അത്രയും കാലം കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകനെ സമസ്തയുടെ വേദികളിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ട്. ഈ പരസ്പര സഹകരണം സമസ്ത എന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. മാത്രല്ല, ഇനിയിപ്പോ ഇതൊക്കെ വലിയ വർത്താനം പറയുന്ന ആളുണ്ടല്ലോ, ഈ പറയുന്ന ആള് ഇതേ മുസ്ലിം ലീഗ് പുറത്താക്കിയ KT ജലീലിനെ സമസ്തയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് ഔദ്യോഗികമായി ഒന്നിലധികം തവണ കൊണ്ടുവന്ന് പ്രസംഗിക്കാൻ അവസരം നൽകിയ സ്ഥാപനേതാ? ഈ പറയുന്ന ആളുടെ സ്ഥാപനല്ലേ. അപ്പൊ അവർക്ക് ഈ പറയുന്ന ലീഗ് പ്രേമം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഈ പറഞ്ഞ സമസ്ത ലീഗ് തള്ളി ആളെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള ബോധം അവിടെ ചെമ്മാട്ടില്ല, പട്ടിക്കാടേക്ക് മാത്രം ബാധകമാകുന്ന ഒരു പുതിയ നിയമത്തെയാണോ? എന്താ ആ ബോധം ഇവർക്ക് അപ്പല്ലാതിരുന്നത്? KT ജലീലിനെ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് സമസ്തയുടെ നേതാക്കൾ ആരെങ്കിലും ഇങ്ങനെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതൊക്കെ ഒരു തരം നമ്പർ കളികൾ മാത്രമാണ്. ഇത് സമസ്തയുടെ ഭാഗത്ത് എക്കാലത്തും ഈ കരുതലും ഈ പരസ്പര ചേർത്ത് നിൽപ്പും ഉണ്ടായിരുന്നു. നിലവിലെ സാഹചര്യം എന്താ? ഇതേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അഥവാ ഇതിന്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ, മുസ്ലിം ലീഗ് തള്ളിയ ഒരു സംഗതിയെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏറ്റെടുക്കാൻ പോകാറില്ല. അത് ആ പാർട്ടിയോടുള്ള ഒരു പരസ്പര ബന്ധത്തിന്റെ ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മാന്യതയുടെ ഭാഗമായിട്ടാണ്.
ഇത് മുസ്ലിം ലീഗും അനുവർത്തിച്ചു പോന്നിരുന്നു. ഞാനൊരു 1-2 സംഭവങ്ങൾ പറയാം. ഈ വീഡിയോ കുറച്ച് നീളും, കാരണം ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് PMSA പൂക്കോയ തങ്ങൾ പാപ്പ, അദ്ദേഹം പല ആളുകളും പറയാറുണ്ട് സയ്യിദ് PMSA പൂക്കോയ തങ്ങൾ പാപ്പ സമസ്തയിലും ഉണ്ടായിരുന്നു, മുഷാവറയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ. PMSA പൂക്കോയ തങ്ങൾ പാപ്പ എന്നാ മുഷാവറയിൽ വരുന്നത്? തങ്ങൾ വരുന്നത് 1973-ലാണ്. PMSA പൂക്കോയ തങ്ങൾ പാപ്പ സമസ്തയുടെ മുഷാവറയിൽ വരുന്നത് 1973-ലാണ്. അദ്ദേഹം വഫാത്താകുന്നത് 75-ലാണ്. PMSA പൂക്കോയ തങ്ങൾ പാപ്പയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ്, കേരളത്തിൽ അഖില കേരള ജമിയത്തുൽ ഉലമ വന്ന സമയത്ത് ഇവിടെ അഖിലയും വേണ്ട കൊകിലയും വേണ്ട സമസ്ത മതി എന്ന്. ഈ പറയുന്ന സമയത്ത് PMSA പൂക്കോയ തങ്ങൾ പാപ്പ സമസ്തയുടെ മുഷാവറയിൽ ഇല്ല, SYS-ന്റെ പ്രസിഡന്റ് പോലുമല്ല. ഈ പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് PMSA പൂക്കോയ തങ്ങൾ പാപ്പ SYS-ന്റെ പ്രസിഡന്റ് പോലുമല്ല, മുഷാവറയിലില്ല എന്ന് മാത്രമല്ല SYS-ന്റെ പ്രസിഡന്റ് പോലുമല്ല. എന്നിട്ടും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടുള്ള കാണിച്ച ആ കരുതൽ, ആ സ്നേഹം, ഇത് പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. പിന്നീട് ആലുവ ത്വരീഖത്തുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്തും ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കാലത്തൊക്കെ നമ്മൾ കണ്ടത്. ആലുവ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ സമസ്തയുടെ ലൈനിനോടും നിലപാടിനോടും കൂടെ നിൽക്കുകയാണ് അവർ ചെയ്തത്. അവരിൽ ലീഗുകാരായ ആളുകളുണ്ടായിരുന്നു. ആലുവ ത്വരീഖത്തിൽ നിരവധി ആളുകൾ ലീഗിന്റെ സജീവ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പാർട്ടികൾ നോക്കിയില്ല, അന്നത്തെ നേതൃത്വം അത് നോക്കിയില്ല. നിലവിലുള്ള സാഹചര്യം എന്താ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ തള്ളിയ, അല്ലെങ്കിൽ സമസ്ത നിർദ്ദേശിച്ച മാർഗരേഖക്കുള്ളിൽ നിന്ന് സമസ്തയുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലാത്തതിന്റെ പേരിൽ മനഃപൂർവ്വം സമസ്തയിൽ നിന്ന് അടർത്തി മാറ്റി കിട്ടാൻ വേണ്ട കളികൾ കളിച്ച് നിവൃത്തികേട് കൊണ്ട് സമസ്ത ബന്ധം വിച്ഛേദിച്ച CIC സംവിധാനം, ഈ CIC സംവിധാനത്തെ ഇന്ന് ഏറ്റിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് ആരാ? അപ്പൊ അവിടെ എന്താ ഈ കരുതലില്ലാത്തത്? അപ്പൊ ഈ കരുതൽ, സ്നേഹം, ബന്ധം എന്നൊക്കെ പറയുന്നത് വൺ വേ അല്ല. ഇത് ചോദ്യം ചെയ്യാൻ പോലും ഇന്നുള്ള ആളുകൾക്ക് യോഗ്യതല്ല എന്നർത്ഥം. സമസ്ത അങ്ങനെ ഒരു സംഭവം ചെയ്താൽ പോലും ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യാൻ ആർക്കും യോഗ്യതല്ല. കാരണം സമസ്ത തള്ളിയതിനെ പേറി നടക്കുകയാണ് ഇന്നത്തെ നേതൃത്വം ചെയ്യുന്നത്. ഇത് മുൻഗാമികളുടെ മാർഗമല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും സമസ്തയും മുസ്ലിം ലീഗും പരസ്പരം ഈ ധാരണയിൽ പ്രവർത്തിക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ്. മാർഗവും വഴിയും രണ്ടാണെങ്കിലും മുൻഗാമികൾ കരുതിപ്പോന്ന ആ സ്നേഹവും കരുതലും നിലനിൽക്കുന്ന കാലത്തോളം അതിന് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല. അതിന്റെ ഇടയിൽ ഇതുപോലുള്ള ഇത്തിക്കണ്ണികൾ വന്നുകൊണ്ട് ഇല്ലാത്ത കഥകളും ചെറിയ ചെറിയ ശ്രദ്ധിക്കപ്പെടുക പോലും ചെയ്യാതെ പോകുന്ന കാര്യങ്ങളും പർവ്വതീകരിച്ചുകൊണ്ടും മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെ നേതൃത്വത്തിന്റെയും ഇടയിൽ ഐറ്റം തിരിച്ച് വേർതിരിവുണ്ടാക്കി ഒരു പക്ഷത്തിന്റെ ആളുകളായിട്ട് സ്വയം രംഗത്ത് വന്നുകൊണ്ട് ഉണ്ടാക്കുന്ന ഫിത്നകൾ കൊണ്ടുണ്ടാകുന്ന മുസീബത്തല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ ഈ കരുതലും സ്നേഹവും അന്നുള്ളത് പോലെ ഇന്നുണ്ടെങ്കിൽ ഇന്നും അത് തുടരും. അത്രേ ആ വിഷയത്തിൽ പറയാനുള്ളൂ.